ഹലോ ഗൈസ്, നമ്മളെന്നല്ല നല്ല സെറ്റായിട്ട് റെഡി ആയിട്ടിരിക്കുകയാണ് ഗൈസ്. കണ്ടോ, നമ്മളുടെ ഡ്രസ്സാണ് ഇട്ടത്. സോ എല്ലാവരും അടുത്ത ഡേ 2 സീൻ സ്വാതിയുടെ വീട്ടിലുള്ള സെറ്റപ്പ് അടുത്ത ട്രിപ്പ് ഇപ്പോൾ സെറ്റ് ആവുകയാണ്. ബാക്കിയുള്ളവരുടെ റെഡി ആയിക്കൊണ്ട് ഓടുകയാണ് ഗൈസ്. സാന്ദ്ര ഇതാ വെള്ളം കുടിക്കുന്നു. സാന്ദ്ര ഒരു വെള്ളം അല്ലേ. ആര്യം റെഡിയാണ്, എല്ലാവരും റെഡിയാണ്. കണ്ടോ, നമ്മുടെ മെയിൻ പാർട്ട് സ്വാതിയും റെഡിയാണ് ഗൈസ്. എല്ലാവരും റെഡി ആയിട്ട് പോവാണ്. ഇവിടെ കുറേ മീനുകളുണ്ട് ഗൈസ്, ഞാൻ പരിചയപ്പെടാൻ പറഞ്ഞു. ഇവരൊക്കെയാണ് നമ്മുടെ ടിങ്കോ മിങ്കോസ്. ഇവരൊക്കെയാണ് നമ്മുടെ നല്ല സൂപ്പർ മീനുകൾ. എനിക്കതൊക്കെ ഭയങ്കര ഇഷ്ടം. ഹലോ പറയൂ ഗൈസ്. ഹായ്. അപ്പം നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് നല്ല അടിപൊളി ഊണ് കഴിച്ച് നമ്മളെല്ലാവരും ഇവിടെ ബസ് സ്റ്റോപ്പിൽ വെയിറ്റ് ചെയ്യാണ്. കേട്ടോ ഗൈസ്, അപ്പോൾ നമ്മളെല്ലാവരും കൂടി വെയിറ്റ് ചെയ്യാണ് ഗൈസ്. അപ്പോൾ നമ്മൾ ഡയറക്റ്റ് ബസ് പോയി. ഇനി നമുക്ക് കണക്ട് ചെയ്ത് പോകുന്ന ബസ് വേണം, അതിൽ വേണം പോയാൽ. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യാനാണ്. സ്വാതിയാണ് നമ്മുടെ ഗൈഡ്. അതെ, പിന്നെ ഇവിടെ എല്ലാവരും ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. എങ്ങനെയുണ്ടായി ഗൈസ് ഊണ്? നമ്മുടെ എല്ലാവർക്കും തിമിരം, നമുക്ക് എല്ലാവർക്കും തിമിരം. സോറി, അതിന് ബന്ധമില്ലാത്ത. എങ്ങനെയുണ്ടായി നമ്മുടെ ഊണ്? എങ്ങനെയുണ്ടായെന്ന് പറയൂ. കൊള്ളാമായിരുന്നു. ആ ഒരു പച്ച സാധനം എന്താ കിട്ടിയെന്ന് ഇതുവരെ മനസ്സിലായില്ലെങ്കിലും നല്ല ഓ, അത് ഇൽസീരിയാന്ന് തോന്നുന്നുണ്ട്. അത് ഇൽസീരിയുടെ മണം ഉണ്ട്, ടേസ്റ്റ് ഉണ്ട്. പക്ഷെ നല്ല സദ്യയായിരുന്നു ഗൈസ്, നല്ല ഊണായിരുന്നു. എങ്ങനെയുണ്ടായില്ല ഊണ്? അടിപൊളി ഊണായിരുന്നു. നമ്മുടെ സ്വാതിയാണ് ഗൈസ് നമ്മളെ ആ ഊണ് കഴിക്കുന്നിടത്തേക്ക് കൊണ്ടുപോയത്. അപ്പൊ സ്വാതിക്ക് എല്ലാവരുടെയും മകൻ ഞാൻ നന്ദി പറയുന്നു. മറ്റേ എല്ലാവരും ക്ലാസ് അതെ എടുത്തേക്ക്. നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷനായ ആഴിമലയിൽ പോവാനാണ് നമ്മൾ ഈ വെയിറ്റ് ചെയ്തിരിക്കുന്നത് ഗൈസ്. അതായത് ഡേ 2 ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ. അപ്പോൾ ഓക്കെ ബൈ. ഡിപ്രഷൻ. ഇതാണ് ഗൈസ് എൻ്റെ ഇന്നത്തെ ഔട്ട്ഫിറ്റ്. നമ്മൾ ഔട്ട്ഫിറ്റിൻ്റെ വീഡിയോ ഫോട്ടോ എല്ലാം എടുത്തിരിക്കുന്നു. എല്ലാവരും ബാക്കിൽ കൂടെ പോകുന്നുണ്ട് ഗൈസ്. എന്തായാലും നമുക്കൊരു തടം പറയില്ല, നമ്മളിങ്ങനെ എടുക്കും. അപ്പം നമ്മൾ നമ്മുടെ ഫൈനൽ ഡെസ്റ്റിനേഷനിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ബസ്സെല്ലാം കിട്ടി, ഓൾ സെറ്റ് ആണ് ഗൈസ്. കണ്ടോ ഗൈസ്, അവിടെയാണ് ഗൈസ് കടൽ. ഫൈനലി നമ്മൾ ഫുൾ ഫോട്ടോഷൂട്ട് എല്ലാം കഴിഞ്ഞ് ചായയുടെ എല്ലാം കഴിഞ്ഞ് നമ്മൾ നമ്മുടെ മെയിൻ ബീച്ച് സൈഡിലേക്ക് എത്തിയിരിക്കുന്നു. കാണൂ, നമ്മൾ നമ്മുടെ ബീച്ചിൻ്റെ സൈഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് ഗൈസ്. ഇങ്ങനെ ചെറിയ ചെറിയ കടകളൊക്കെ ഉണ്ട്. ഇവിടെ ഒരു കാർഗോ ഷിപ്പ് ഇപ്പോൾ വന്നിരുന്നു, എന്നിട്ട് അങ്ങോട്ട് പോയി. ചെരുപ്പ് കൂരിട്ട് നമ്മളിത് നടക്കുകയാണ്. ഇവിടെ ഇങ്ങനെ കുറേയൊക്കെ റെസ്ട്രിക്ഷനൊക്കെ അവർ വെച്ചിട്ടുണ്ട്. എന്തെന്നറിയില്ല, വല്ലാണ്ട് കടലിലടക്കി പോകാൻ അവർ സമ്മതിക്കില്ല. ആ തീരെയൊക്കെ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് വരെയൊക്കെ അവർ സമ്മതിക്കില്ല എന്നാണ് തോന്നുന്നത്. അവിടെ എത്തിയിട്ട് എന്താ വെച്ചാൽ നമുക്ക് നോക്കാം. ഒരുപാട് സ്ഥലത്ത് സഞ്ചരിച്ചും ഒരുപാട് ഫോട്ടോസ് എടുത്തും ഞാൻ നല്ല ഫോട്ടോ ഒക്കെ എടുത്തു. ഞാൻ എൻ്റെ ഫോട്ടോ ഒക്കെ അടിപൊളി. ഞാനൊരു ഫോട്ടോജനിക്കാണെന്ന് സ്വാതി പറഞ്ഞു. അല്ലേ സ്വാതി? അതാണ്, എനിക്ക് വയ്യ, എന്താ ചെയ്യാ. ഇവിടെ പറഞ്ഞാലൊന്നും നിങ്ങളൊരു കവലി നോക്കണ്ട, അവിടെ വൈകിട്ടാക്കണ്ട. അവൾക്ക് അസൂയക്ക് കണ്ണടിക്കും. തരം മരുന്ന് കണ്ണടിക്കണ്ടോന്നല്ലേ, കഷണ്ടിക്കും. കഷണ്ടിക്ക് വരെ വരുന്നുണ്ട് ഇപ്പൊ. നീയാണോ ഉപയോഗിക്കാറ്? അങ്ങനെ എന്താ പറയാ, നമ്മളെ ട്രിപ്പ് അടിപൊളിയാക്കിയിരിക്കുന്നു. 1 വർഷത്തെ പ്ലാനിങ്ങിന് ശേഷമാണ് നമ്മൾ ഈ ട്രിപ്പ് ഒന്ന് ഇംപ്ലിമെന്റ് ചെയ്തത്. Bye guys.